ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി വൈബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്. ടോപ്പ് മോസ്റ്റ് കറണ്ട് അഫയേഴ്സ്. ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പൂനെയിലാണ്. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ. ഇനി 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീട ജേതാക്കൾ. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീട ജേതാക്കൾ അർജന്റീനയാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഷുവറാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീട ജേതാക്കൾ അർജന്റീനയാണ്. ഓക്കെ. കൊളംബിയയെ പരാജയപ്പെടുത്തിയിട്ടാണ് അർജന്റീന കപ്പ് നേടിയത്. ഓക്കെ. അടുത്തത് 2024 G20 ഉച്ചകോടിയുടെ വേദി. അതും ഇമ്പോർട്ടൻ്റ് ആണ്. 2024 G20 ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ്. 2024 G20 ഉച്ചകോടിയുടെ വേദി ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ്. ഓക്കെ. 2024 G20 ഉച്ചകോടി വേദി ബ്രസീൽ. ഓക്കെ. ഒന്നുകൂടി നോക്കാം. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പൂനെയിലാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീട ജേതാക്കൾ അർജന്റീനയാണ്. 2024 G20 ഉച്ചകോടിയുടെ വേദി ബ്രസീൽ. ഓക്കെ. അടുത്തത് 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയത് ആരാണ്? 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയത് ജെന്നി എർപ്പൻബെക്കാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം, ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ജെന്നി എർപ്പൻബെക്കാണ്. നോവല് കെയ്റോസ് എന്ന നോവലിനാണ് സമ്മാനം കിട്ടിയത്. ഇനി അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേട്ടം കൈവരിച്ച ആദ്യ ജർമ്മൻ എഴുത്തുകാരി കൂടിയാണ് ജെന്നി എർപ്പൻബെക്ക്. ഓക്കെ. അപ്പോൾ ജെന്നി എർപ്പൻബെക്ക് ജർമ്മൻകാരിയാണ്. അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേട്ടം കൈവരിച്ച ആദ്യത്തെ ജർമ്മൻ എഴുത്തുകാരിയാണ് ജെന്നി എർപ്പൻബെക്ക്. ഓക്കെ. അടുത്തത് 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി നെതർലൻഡ്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി നെതർലൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കാമ്യയാണ്. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കാമ്യ. അടുത്തത് 2024 മെയ് മാസത്തിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട ഇറാൻ പ്രസിഡന്റ്. 2024 മെയ് മാസത്തിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. 2024 മെയ് മാസത്തിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട ഇറാൻ പ്രസിഡന്റാണ് ഇബ്രാഹിം റൈസി. അടുത്തത് 2024 50ാമത് G7 ഉച്ചകോടിയുടെ വേദി. 2024 50ാമത് G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലിയാണ്. 2024 50ാമത് G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലി. അടുത്തത്, റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഉക്രൈനിലുള്ള ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുന്നതിന് ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യത്തിൻ്റെ പേര്. റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഉക്രൈനിലുള്ള ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുന്നതിന് ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. എന്താണ് ഓപ്പറേഷൻ ഗംഗ? അടുത്തത്, ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. നേരത്തെ പറഞ്ഞത് ഓപ്പറേഷൻ ഗംഗ, ഇത് ഓപ്പറേഷൻ കാവേരി. ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് അല്ലെങ്കിൽ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ബുക്കർ പ്രൈസ് ജേതാവ്. 2023 ബുക്കർ പ്രൈസ് ജേതാവ് പോൾ ലിഞ്ചാണ്. അയർലൻഡുകാരനായ പോൾ ലിഞ്ചാണ് 2023 ബുക്കർ പ്രൈസ് ജേതാവ്. കൃതി പ്രൊഫറ്റ് സോങ് എന്ന കൃതിക്കാണ് 2023 ബുക്കർ പ്രൈസ് പോൾ ലിഞ്ചിന് കിട്ടിയത്. ഓക്കെ. ഇനി 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ്. 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ് ജോർജി ഗോസ്പിഡിനോവാണ്. കൃതി ടൈം ഷെൽട്ടർ. ഒന്നുകൂടി പറയാം. 2023 ബുക്കർ പ്രൈസ് ജേതാവ് പോൾ ലിഞ്ച്, അയർലൻഡുകാരനാണ്. കൃതി പ്രൊഫറ്റ് സോങ്. 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ് ജോർജി ഗോസ്പിഡിനോവ്. കൃതി ടൈം ഷെൽട്ടർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, അംബേദ്കർ എ ലൈഫ്. എയർ ലൈഫ് അല്ല കേട്ടോ, സോറി, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. അംബേദ്കർ എ ലൈഫ് എന്ന പുസ്തകം രചിച്ചത് ശശി തരൂർ. അംബേദ്കർ എ ലൈഫ് എന്ന പുസ്തകം രചിച്ചത് ശശി തരൂറാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ താളിയോല മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ താളിയോല മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യ താളിയോല മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരം.
അടുത്തത് 2023 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥി. 2023 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥി അബ്ദുൽ ഫത്താഹ് അൽ സിസിയാണ്. ഈജിപ്തിലെ പ്രസിഡന്റായ അബ്ദുൽ ഫത്താഹ് അൽ സിസിയാണ് 2023 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥി. ഇനി 2024 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥി ഇമ്മാനുവൽ മാക്രോണാണ്. ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോണാണ് 2024 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥി. ഇമ്മാനുവൽ മാക്രോൺ. ഓക്കെ, ഒന്നുകൂടി നോക്കാം. അംബേദ്കർ എ ലൈഫ് എന്ന പുസ്തകം രചിച്ചത് ശശി തരൂറാണ്. ഇന്ത്യയിലെ ആദ്യ താളിയോല മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരം ജില്ലയിലാണ്. 2023 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥി ഈജിപ്ഷ്യൻ പ്രസിഡന്റായ അബ്ദുൽ ഫത്താഹ് അൽ സിസിയാണ്. 2024 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥി ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2024 റാംസാർ സൈറ്റിൽ ഉൾപ്പെട്ട ലോങ്വുഡ് ഷോല റിസർവ് വനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? 2024 റാംസാർ സൈറ്റിൽ ഉൾപ്പെട്ട ലോങ്വുഡ് ഷോല റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. എവിടെയാണ്? തമിഴ്നാട്. അടുത്തത് 2024 ഏപ്രിലിൽ 17 കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട രാജാ രവിവർമ്മയുടെ ചിത്രം. 2024 ഏപ്രിലിൽ 17 കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട രാജാ രവിവർമ്മയുടെ ചിത്രം ഏതാണ്? മോഹിനി എന്ന ചിത്രമാണ് 2024 ഏപ്രിലിൽ 17 കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട രാജാ രവിവർമ്മയുടെ ചിത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി സാഞ്ചിയാണ്. മധ്യപ്രദേശിലെ സാഞ്ചിയാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി. അടുത്തത് 108ാമത് 2023 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ്? 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി നാഗ്പൂരാണ്. മഹാരാഷ്ട്രയിലെ നാഗ്പൂരാണ് 108ാമത് 2023 ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി നാഗ്പൂർ. ഓക്കെ, അടുത്തത് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം എന്നാണ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൻ്റെ പുതിയ ലോകായുക്തയായി നിയമിതനായത് ജസ്റ്റിസ് എൻ അനിൽകുമാറാണ്. കേരളത്തിൻ്റെ പുതിയ ലോകായുക്തയായിട്ട് നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് എൻ അനിൽകുമാർ. അടുത്തത് ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസം അറിയപ്പെടുന്നത് തരംഗ് ശക്തി എന്നാണ്. എന്താണ്? തരംഗ് ശക്തി. അടുത്തത് 3D പ്രിന്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കെട്ടിടത്തിൻ്റെ പേര്. 3D പ്രിന്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കെട്ടിടമാണ് അമേസ് 28. അപ്പോൾ ഒന്നുകൂടി നോക്കാം. കേരളത്തിൻ്റെ പുതിയ ലോകായുക്തയായി നിയമിതനായത് ജസ്റ്റിസ് എൻ അനിൽകുമാർ. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസം അറിയപ്പെടുന്നത് തരംഗ് ശക്തി എന്നാണ്. 3D പ്രിന്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കെട്ടിടം അമേസ് 28. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേര്. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി 2. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേരാണ് മൈത്രി 2. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ആദ്യത്തെ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി. രണ്ടാമത്തത് ഭാരതിയായിരുന്നു. ആദ്യത്തത് മൈത്രി, രണ്ടാമത്തത് ഭാരതി. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേര് മൈത്രി 2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പുതുച്ചേരിയുടെ ലഫ്റ്റനൻറ്റ് ഗവർണറായി നിയമിതനായ മലയാളി കൈലാസ് നാഥാണ്. പുതുച്ചേരിയുടെ ലഫ്റ്റനൻറ്റ് ഗവർണറായി നിയമിതനായ മലയാളി കൈലാസ് നാഥ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അക്ഷര മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അക്ഷര മ്യൂസിയം നിലവിൽ വരുന്നത് കോട്ടയം ജില്ലയിലെ നാട്ടകത്താണ്. എവിടെയാണ്? കോട്ടയത്തെ നാട്ടകം. അടുത്തത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ച ജില്ല ഏതാണ്? സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ച ജില്ല കാസർഗോഡാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ മാതൃകാ ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത്. കേരളത്തിലെ മാതൃകാ ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഐമനമാണ്. ഐമനം, കോട്ടയം ജില്ലയിലെ ഐമനമാണ് കേരളത്തിലെ മാതൃകാ ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ 2023 സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2023 സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് KA റോയ്മോനാണ്. KA റോയ്മോൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ AI സ്കൂൾ നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ AI സ്കൂൾ നിലവിൽ വരുന്നത് ശാന്തിഗിരി വിദ്യാഭവൻ, പോത്തൻകോട്, തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആദ്യത്തെ AI സ്കൂൾ നിലവിൽ വരുന്നത് ശാന്തിഗിരി വിദ്യാഭവൻ, പോത്തൻകോട്, തിരുവനന്തപുരം ജില്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 JCB സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? 2023 JCB സാഹിത്യ പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകനാണ്. അദ്ദേഹത്തിൻ്റെ ആളണ്ടപ്പാച്ചി എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2023 JCB സാഹിത്യ പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകൻ, കൃതി ആളണ്ടപ്പാച്ചി. ഈ ആളണ്ടപ്പാച്ചി എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ജനനി കണ്ണനാണ്, ഫയർബേർഡ് എന്ന പേരിൽ. ഓക്കെ. അപ്പോൾ ജനനി കണ്ണനാണ് ഫയർബേർഡ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആളണ്ടപ്പാച്ചി. ഓക്കെ. 2023 JCB സാഹിത്യ പുരസ്കാര ജേതാവാരാണ്? പെരുമാൾ മുരുകൻ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഇനി വരുന്ന പരീക്ഷകളിൽ എന്തായാലും ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചോളുക. പുതിയ ടോപ്പിക്കുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.